ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എങ്ങോട്ടും പോകണ്ട, ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുവാണ് വീട്ടിൽ. അമ്മയും മോളെല്ലാം ഉണ്ട്. മോൻ ഇന്ന് സ്കൂളിൽ പോയിന്, മോള് പോയിട്ടില്ല. ഇന്ന് സാറ്റർഡേ ആയാലും ഇന്ന് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കിച്ചണിലേക്ക് വന്നിട്ടാണുള്ളത്. നമ്മളിന്ന് ഇവിടെ ചീരയും അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ കാണുന്നത് പോലെ നല്ല ചീര കൊണ്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ചീര ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരോ സാധനങ്ങൾ നിങ്ങളെല്ലാവരും കാണുന്നില്ല. ഇതൊക്കെ ഇന്ന് വാങ്ങിയ സാധനങ്ങളാണ്. ഇതിനെ കൊണ്ടൊക്കെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെക്കണം. എന്തായാലും ഈ ചീര ഞാൻ ഒന്ന് മുറിച്ചിട്ട് വറവൊക്കെ ആക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇവിടെ അമ്മ പൊരിക്കാൻ വേണ്ടി മാന്തിയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഊണ് ഇതൊക്കെ കൂട്ടിയിട്ടാണ്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് വലിയ മാന്തയാണ് കേട്ടോ പൊരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇങ്ങനത്തെയൊക്കെ പൊരിച്ച് കഴിച്ചിട്ടുണ്ടാവില്ലേ? വലിയ മാന്തയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇതാണ് ഇന്ന് പൊരിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഉച്ചക്കത്തെ കറിക്കുള്ള മാന്ത ഫ്രൈ എല്ലാവരും കണ്ടില്ലേ? നോക്കൂ, ഇത് അടുപ്പത്ത് തന്നെ ആവട്ടെ. അപ്പോൾ ഞാൻ ഈ ചീരയൊക്കെ മുറിച്ച് വെക്കും. അപ്പോൾ ചീര ഞാൻ കഴുകി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അത് ഞാനിപ്പോൾ പാത്രത്തിലേക്ക് മുറിച്ചിടാൻ വേണ്ടി പോവാം. മുറിച്ച് ഇനി ആക്കണം. അപ്പോൾ ഇവിടെ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ ചീരയിൽ ഇവിടെ മുറിച്ചിട്ട് വെച്ചു ഞാൻ. ഇനി ഇത് അടുപ്പത്ത് വെക്കണം. അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ മാന്ത ഫ്രൈ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ 2 എണ്ണം ആക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. മാന്ത ഫ്രൈ റെഡിയാവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ അമ്മ മത്തിക്കറി വെക്കാൻ വേണ്ടി മത്തി പറ്റിച്ചതാണ്. അത് വെക്കാൻ വേണ്ടി ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഊണിനുള്ള വിഭവങ്ങൾ. ഇപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ കറിയൊക്കെ ആക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാനിവിടെ കുറച്ച് പച്ചക്കായി മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചക്കായും മത്തിയും ഇട്ടിട്ട് നമ്മൾ മത്തിയും കായും വെക്കും. അതും ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി നമ്മൾ വെക്കുന്നൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഈ കറി എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. മത്തിയും കായും ഇതിൻ്റെ കൂടെ മത്തിയും ഇട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് വെന്തതിന് ശേഷം നമ്മൾ ഇതിന് ഉള്ളി വറുത്തിടും. നല്ല ടേസ്റ്റ് ആയിരിക്കും മത്തിയും കൈയും വെച്ച് കഴിഞ്ഞാൽ. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീടാം. ഇപ്പോൾ ഇങ്ങനെയൊരു ഐറ്റം കൂടി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ചീര നമ്മൾ അടുപ്പത്ത് വെക്കുന്നതിന് കണ്ടില്ല. ചീര അടുപ്പത്ത് വെക്കുവാറ് വെളുത്തുള്ളിയും ഉണക്കമുളകും ഇട്ട് അത് കുറച്ചൊരു വാടി ഇതായതിനു ശേഷമാണ് നമ്മൾ ഈ ചീര മുറിച്ചിട്ട് അതിലേക്ക് ഇടുന്നത്. ഇനി ഒരു ഉപ്പും കൂടി ഇട്ട് അടച്ചു വെക്കും. എന്നിട്ട് വന്നതിന് ശേഷം നമ്മൾ നല്ല ചീര വറവായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക. എല്ലാവരും ഇതുപോലെ തന്നെ തേങ്ങയൊക്കെ ഇടുന്നവരുണ്ട്. നമ്മൾ തേങ്ങ ചേർക്കാറില്ല. അപ്പോൾ ഇങ്ങനെയാണ് ചീര വറവ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ മത്തിയും കായും ആയിക്കൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ മത്തിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. മത്തിക്കറി നല്ല പുളിയും മുളകൊക്കെ ഇട്ട മത്തിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് വേണം ഇന്നൊരു പിടി പിടിക്കാൻ. ഇവിടെ നമ്മളെ മത്തിയും കായും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി അതിന് വറുത്തിടണം. ഒരു വറവ് ഇങ്ങനെ അടുപ്പത്ത് വറവായിക്കൊണ്ടിരിക്കുവാണ്. ഉള്ളിയാണ് വറുത്തിടുക. ഉള്ളി വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെ മത്തിയും കായ്ക്ക് ഇവിടെ വറുത്തിടുവാണ്. ഉള്ളി കാണുന്നില്ല. ഉള്ളി എന്ന് പറഞ്ഞാൽ സവാളയാണ് വറുത്തിടുന്നത്. സവാള വറുത്തിട്ട് നല്ലപോലെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടാൻ തന്നെ. കഴിക്കാത്തവർ ആരും കൊണ്ട് ഇതുപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം ഇപ്പോൾ കഴിക്കാൻ പോകും. അപ്പോൾ നമ്മളെ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചോറിടാൻ പോവാണ്. കുറച്ച് ചോറ്, കുറച്ച് ചീരത്തോരൻ അതിൻ്റെ കൂടി ഇട്ടു. നമ്മുടെ മീൻ കറി വെച്ചത്. ചാറ് എനിക്ക് അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് കഷ്ണം മാത്രമേ ഇട്ടുള്ളൂ. അടുത്തത് നമ്മുടെ മത്തിയും കായും വെച്ച് അത് ഒരു സൈഡിലിട്ടു. ഇനി നമ്മളെ മാന്ത പൊരിച്ചത് ഇതിൻ്റെ കൂടി ഇടാൻ പോവാണ്. പൊരിച്ചത് വെച്ചതിന് ശേഷം നമ്മൾ ബിരിമ്പിക്ക അച്ചാർ, ബിരിമ്പിക്കനെ കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ വെക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ ഇതും കൂട്ടി ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 1 മണിയായി. അപ്പോൾ ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.